പന്തിരങ്കാവ് സ്റ്റേഷനിലെ പോലീസുകാരുടെ പശ്ചാത്തലം പരിശോധിക്കാൻ തീരുമാനം. ഗാർഹിക പീഡന കേസിൽ പ്രതി രക്ഷപ്പെട്ട സാഹചര്യത്തിലാണ് തീരുമാനം. അതേസമയം പന്നിയങ്കര SHO രഞ്ജിത്ത് രവീന്ദ്രന് പന്തിരങ്കാവ് SHOയുടെ അധിക ചുമതല നൽകിയിരിക്കുകയാണ്. പന്തിരങ്കാവ് SHOയെയും CPOയെയും നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് പന്നിയങ്കര SHOയ്ക്ക് താൽക്കാലിക ചുമതല നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേർന്നുണ്ട്. അരുൺ, ഇത്തരത്തിൽ പ്രതിയെ എത്രയും പെട്ടെന്ന് എത്തിക്കുക, അല്ലെങ്കിൽ പ്രതിയെ പിടികൂടുന്നതിനൊപ്പം തന്നെ പ്രതിയെ സഹായിച്ചവരിലേക്ക് കൂടി കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു കോഴിക്കോട് പന്തിരങ്കാവിന് സമീപം നവവധുവിന് നേരെ ഗാർഹികമായ പീഡനം ഉണ്ടായത്. വധശ്രമം അടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഈ വീട്ടിൽ വെച്ച വധു നേരിടേണ്ടി വന്നത്. തുടക്കത്തിലുണ്ടായ ഒരു വലിയ വീഴ്ച തന്നെയാണ് ഈ കേസിൽ ഇത്രയും നീളാൻ, അല്ലെങ്കിൽ പ്രതിയിലേക്ക് എത്താൻ ഒരു വലിയ കാലതാമസം ഉണ്ടായിരുന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ. തുടക്കത്തിലുണ്ടായ കുറ്റകരമായ അനാസ്ഥ അത് വലിയ രീതിയിലുള്ള വീഴ്ചകൾക്ക് കാരണമായിട്ടുണ്ട്. ആദ്യം വധു ഉൾപ്പെടെ വധുവിന്റെ ബന്ധുക്കൾ ഈ പോലീസ് സ്റ്റേഷനിൽ, പന്തിരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകിയിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള നടപടിയും ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ പ്രതിക്കെതിരെ, രാഹുലിനെതിരെ നിസ്സാര വകുപ്പുകൾ മാത്രമായിരുന്നു അന്ന് പോലീസ് സ്റ്റേഷനിൽ ചുമത്തിയിരുന്നത്. ഇതിനുശേഷമാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് ഈ വധുവിന്റെ ബന്ധുക്കൾ നേരിട്ട് പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇതേ തുടർന്നാണ് കൂടുതൽ അന്വേഷണം നടത്താൻ തീരുമാനിക്കുകയും ഈ യഥാർത്ഥ വസ്തുത കണ്ടെത്താനുള്ള തീരുമാനങ്ങളിലേക്കെല്ലാം തന്നെ പോലീസ് എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ ക്രൂരമായ ഒരു അക്രമം ഈ പെൺകുട്ടി ഇവിടെ നേരിട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, SHOയ്ക്കുണ്ടായ വീഴ്ച പോലെ തന്നെ ഈ പ്രതിയെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ചത് ഈ സ്റ്റേഷനിലെ തന്നെ ഒരു സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഈ ഒരു വാർത്ത കൂടി പുറത്തു വന്നതോടെ വലിയൊരു വിമർശനം പോലീസിനെതിരെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൂടെ 3 പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ഈ പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്നുള്ള വിവരമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നടപടിയിലേക്ക്, അല്ലെങ്കിൽ ഈ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്വഭാവത്തെക്കുറിച്ചും അതോടെ തന്നെ ഇവരുടെ ജോലിയെക്കുറിച്ചും എല്ലാം തന്നെ വിശദമായി പരിശോധിക്കാനും ഇവരുടെ പശ്ചാത്തലങ്ങൾ അന്വേഷിക്കാനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചത്. കോഴിക്കോട് കമ്മീഷണർക്കാണ് ഈ ഒരു ചുമതല ഉള്ളത്. എന്തായാലും വലിയൊരു നാണക്കേടാണ് ഈ വിഷയത്തിൽ ഉണ്ടായത്. സേനയ്ക്കുള്ളിൽ തന്നെ ഈ ഒരു വിഷയത്തിൽ വലിയൊരു അമർഷമുണ്ട്. എന്തായാലും സാധാരണക്കാരായ ആളുകൾ ഇത്തരം പരാതി നൽകി സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ അവർക്ക് നീതി എത്രയോ അകലെ എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് ഈ ഒരു സംഭവത്തിലൂടെ ഉയരുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വിമർശനം പോലീസിനെതിരെ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുകയാണ്. വിഷ്ണു, യെസ്, വ്യക്തമാണ്. അരുൺ കൊടുങ്ങൂരാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.